ഹലോ ഫ്രണ്ട്സ്, 2025 മാർച്ച് +1 ഫിസിക്സ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ റിവിഷൻ തുടരുകയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാപ്റ്റർ 2 മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. ഇന്നത്തെ ക്ലാസ്സിൽ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുക. ഒന്ന് XT ഗ്രാഫ്, വ്യത്യസ്തമായ സിറ്റുവേഷൻസിലുള്ള XT ഗ്രാഫ്. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് സിറ്റുവേഷൻ ആയിരിക്കും തരിക, അതിനുശേഷം ആ ഗ്രാഫ് വരയ്ക്കാൻ ആവശ്യപ്പെടാം. അല്ലെങ്കിൽ ഗ്രാഫ് തന്നിട്ട് ഇത് ഏതാണ് സിറ്റുവേഷൻ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കാം. 2 അതുപോലെ VT ഗ്രാഫ്, ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം VT ഗ്രാഫ്. VT ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് വസ്തുവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, ചലിക്കുന്ന വസ്തുവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടെത്തുക എന്നിങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. സമയം കളയാതെ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് XT ഗ്രാഫ്. കുറച്ച് XT ഗ്രാഫുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് ഓരോ സിറ്റുവേഷൻസിലുള്ള ഗ്രാഫായിട്ടാണ് പഠിക്കേണ്ടത്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് XT graph at positive acceleration. അതായത് വസ്തുവിന് ഒരു പോസിറ്റീവ് ആക്സിലറേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ആ ഒബ്ജക്റ്റിൻ്റെ XT ഗ്രാഫാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം ചോദിക്കുകയാണ്, പോസിറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? പോസിറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് വെലോസിറ്റി ഈസ് ഇൻക്രീസിങ് വിത്ത് ടൈം. സമയത്തിനനുസരിച്ച് വെലോസിറ്റി കൂടിക്കൂടി വരികയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? പോസിറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുക. അപ്പോൾ ആ XT ഗ്രാഫ് നമുക്കൊന്ന് വരയ്ക്കാം. സോ നമുക്ക് ഈ ആക്സിസ് X ആക്സിസ് ഒന്ന് മാർക്ക് ചെയ്യാം. X ആക്സിസ്, Y ആക്സിസ്. X ആക്സിസിൽ ടൈം എടുക്കുന്നു, Y ആക്സിസിൽ പൊസിഷൻ എടുക്കുന്നു. ഇനി ഗ്രാഫ് സ്ട്രെയിറ്റ് വരയ്ക്കാം. പോസിറ്റീവ് ആക്സലറേഷൻ്റെ ഗ്രാഫ് ഈസ് സംതിങ് ലൈക്ക് ദിസ്. സ്ട്രെയിറ്റ് ലൈനാണ്, അങ്ങനെയല്ല, ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ പോയത് കേട്ടോ. ഇതാണ് ഗ്രാഫ്. ഇതാണ് പോസിറ്റീവ് ആക്സിലറേഷനുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ XT ഗ്രാഫ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഗ്രാഫ് മനസ്സിലുണ്ടായിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ചോദ്യങ്ങൾ വന്നാൽ നമ്മൾ ഗ്രാഫാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം ആ ഗ്രാഫ് വൃത്തിയായിട്ടൊന്ന് അനലൈസ് ചെയ്യണം. അത് നോക്കേണ്ടത് പ്രധാനമായിട്ട് ആദ്യമേ നമ്മളൊരു ഗ്രാഫ് കിട്ടുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ നോക്കാറുള്ളത് ഗ്രാഫിൻ്റെ ബോഡിയിലേക്കാണ്, അല്ലേ? ഗ്രാഫിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെയല്ല, നമ്മൾ ആദ്യം ഗ്രാഫിൽ ശ്രദ്ധിക്കേണ്ടത് ഗ്രാഫിൽ എന്ത് ഗ്രാഫാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാമെന്നുള്ളതാണ് വേണ്ടത്. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ X ആക്സിസിൽ ഏത് വാല്യൂ ആണ്, Y ആക്സിസിൽ ഏത് വാല്യൂ ആണെന്ന് നോക്കുക. എക്സിൽ തന്നിരിക്കുന്നത് ഇവിടെ എക്സിലാണെങ്കിൽ ടൈമാണ്, വൈയിൽ പൊസിഷനാണ്. അപ്പോൾ ഇതൊരു പൊസിഷൻ ടൈം ഗ്രാഫാണ്. അങ്ങനെ ഗ്രാഫ് എന്തിൻ്റെ ഗ്രാഫാണെന്നാണ് ആദ്യം നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. അതിനുശേഷം വേണം ഗ്രാഫിൻ്റെ സ്ട്രക്ചറിലേക്ക് പോകാൻ. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു സെക്ഷൻ നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ ഗ്രാഫായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ദ സെക്കൻഡ് വൺ ഈസ് XT ഗ്രാഫ് with negative acceleration. ഒരു ഒബ്ജക്റ്റിന് നെഗറ്റീവ് ആക്സിലറേഷൻ ഉണ്ടാകുമ്പോൾ ആ വസ്തുവിൻ്റെ XT ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം? അപ്പം വീണ്ടും ചോദ്യം വരുന്നുണ്ട്, നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് മീൻസ് വെലോസിറ്റി ഈസ് ഡിക്രീസിങ് വിത്ത് ടൈം. സമയത്തിനനുസരിച്ച് വെലോസിറ്റി കുറഞ്ഞു വരുന്ന ആ സാഹചര്യത്തെയാണ് നമ്മൾ എന്ത് പറയുക? നെഗറ്റീവ് ആക്സലറേഷൻ എന്ന് പറയുക. കഴിഞ്ഞ ക്ലാസ്സിൽ നെഗറ്റീവ് ആക്സലറേഷൻ്റെ വേറൊരു പേര് പറഞ്ഞായിരുന്നു, ഓർക്കുന്നോ? ദാറ്റ് ഈസ് റിട്ടാർഡേഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു റിട്ടാർഡേഷനുള്ള ഒബ്ജക്റ്റിൻ്റെ XT ഗ്രാഫ് എന്ന് പറഞ്ഞാലും നെഗറ്റീവ് ആക്സലറേഷനുള്ള വസ്തുവിൻ്റെ XT ഗ്രാഫ് എന്ന് പറഞ്ഞാലും ഒരേ ഗ്രാഫ് തന്നെയാണെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഗ്രാഫ് വരയ്ക്കാം. X ആക്സിസ്, Y ആക്സിസ് മാർക്ക് ചെയ്യുകയാണ്. X ആക്സിസിൽ ടൈമാണ്, Y അവിടെ പൊസിഷനാണ്. നമ്മുടെ ഗ്രാഫിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ദിസ് ഈസ് ദി ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജക്റ്റ് മൂവിങ് വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ. ഇവിടെ 0 മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഞാനത് വിട്ടുപോയതാണ്. ഒറിജിൻ മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ XT ഗ്രാഫ് വിത്ത് നെഗറ്റീവ് ആക്സലറേഷൻ കണ്ടു. ഇനി ഒരു കേസ് കൂടിയാണ് XT ഗ്രാഫായിട്ട് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. മൂന്നാമത്തെ കേസ്, ദാറ്റ് ഈസ് XT ഗ്രാഫ്
വിത്ത് സീറോ ആക്സിലറേഷൻ. വസ്തുവിൻ്റെ ആക്സിലറേഷൻ ഇത്തവണ എങ്ങനെയാണ്? സീറോയാണ്. വളരെ സുപ്രധാനമായൊരു കൺസെപ്റ്റ് ഇവിടെ ഓർക്കേണ്ടതുണ്ട്. വസ്തുവിന് ആക്സിലറേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെലോസിറ്റി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്നാണ്. വെലോസിറ്റിക്ക് മാറ്റം ഇല്ല, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ചലനങ്ങളെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അതിനൊരു പേര് നൽകിയിരുന്നു, അതാണ് യൂണിഫോം മോഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിശദമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് യൂണിഫോം മോഷൻ എന്ന്. അപ്പോൾ സീറോ ആക്സലറേഷനുള്ള ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റൻ്റായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് എന്നാണ്. ആ ഒബ്ജക്റ്റ് നടത്തുന്ന ചലനത്തെ നമ്മൾ വിളിക്കുന്ന പേര് യൂണിഫോം മോഷൻ എന്നാണ്. അങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ എക്സ്റ്റി ഗ്രാഫാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. വൈ ആക്സിസ്, എക്സ് ആക്സിസ് മാർക്ക് ചെയ്യുന്നു, എക്സ് ടൈം എടുക്കുന്നു, വൈ ആക്സിസിൽ പൊസിഷൻ എടുക്കുന്നു. ദ ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. അതായത് എക്സ് ടി ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് നമുക്കിവിടെ എന്തായിട്ട് കിട്ടുന്നുണ്ട്? ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഈ ഗ്രാഫിൽ നിന്ന് ഒരു കാര്യം നമ്മളിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം അതിനകത്തുനിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട സുപ്രധാനമായ ചില കാര്യങ്ങളുണ്ട്. അതിലേക്കൊന്ന് കടക്കാം. ഇവിടെ തന്നെ ശ്രദ്ധിക്കുക. ഈ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നൊരു കാര്യം, ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്നാണ്. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഗ്രാഫിൻ്റെ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണ്. ഏതൊരു ഗ്രാഫും സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണെന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഒരു സാധനം കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടി. നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഈ വസ്തുവിൻ്റെ ചലനം സീറോ ആക്സലറേഷൻ ആയതുകൊണ്ട് ഒരു കാര്യം കോൺസ്റ്റൻ്റ് ആയിട്ടെന്ന് പറഞ്ഞായിരുന്നു. അതെന്താണ്? അത് വെലോസിറ്റിയാണ്. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, നമുക്കറിയാം. ആക്സലറേഷൻ സീറോ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് എന്നാണ്. ഗ്രാഫിലേക്ക് നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, സ്ലോപ്പ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി എടുക്കാവുന്നൊരു കാര്യമുണ്ട്. അതാണ് രണ്ടാമത്തെ പോയിൻ്റ്. സ്ലോപ്പ് ഓഫ് എക്സ് ടി ഗ്രാഫ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ്. അതായത് ഒരു എക്സ് ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ വെലോസിറ്റിക്ക് ഈക്വലാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലായി, സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ സ്ലോപ്പ് വെലോസിറ്റി ആയതുകൊണ്ട് വെലോസിറ്റി കോൺസ്റ്റൻ്റ് തന്നെയാണ്. ക്ലിയർ? ആ ഐഡിയ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി അതൊന്ന് പ്രൂവ് ചെയ്യുവാൻ വേണ്ടി മാത്രം, ഒരു എക്സ് ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് നമുക്ക് ലഭിക്കുന്നത് വെലോസിറ്റി ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രം ചെറിയൊരു പ്രൂഫ് അത് ഞാൻ ചെയ്തു തരാം. ശ്രദ്ധിച്ചിരുന്നോളുക. നമ്മൾ ഗ്രാഫ് ഒരിക്കൽ കൂടി ഒന്ന് വരയ്ക്കാം കേട്ടോ. നമ്മളൊരു യൂണിഫോം സീറോ ആക്സലറേഷനുള്ള അല്ലെങ്കിൽ യൂണിഫോം മോഷനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ എക്സ് ടി ഗ്രാഫ് ഒരിക്കൽ കൂടി വരയ്ക്കുകയാണ്. ദിസ് ഇസ് എക്സ് ആക്സിസ്, ദിസ് വുഡ് ബി വൈ ആക്സിസ്. എക്സിൽ ടൈമാണ്, വൈയിൽ പൊസിഷനാണ്, ഇത് ഒറിജിനുണ്ട്. ദ ഗ്രാഫ് ലുക്സ് ലൈക്ക് എ സ്ട്രൈറ്റ് ലൈൻ. ക്ലിയർ ആണല്ലോ? ഞാനിവിടെ 2 പോയിൻറ്റുകൾ പരിഗണിക്കുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിക്കുക, 2 പോയിൻറ്റുകൾ. ഇവിടെ ഒരു പോയിൻ്റ് പരിഗണിക്കുന്നു, ഇവിടെ ഒരു പോയിൻ്റ് പരിഗണിക്കുന്നു. അതിനുശേഷം സ്ലോപ്പ് കാണാൻ ശ്രമിക്കുകയാണ്. സ്ലോപ്പ് കാണാൻ നിങ്ങൾക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. ട്രയാങ്കിളിന് പേര് കൊടുക്കുകയാണ്. ലെറ്റ്സ് സേ ദിസ് ഇസ് പോയിൻ്റ് എ, ദിസ് ഇസ് പോയിൻ്റ് ബി, ദിസ് പോയിൻ്റ് സി. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗത്തെ ഡി വൈ എന്നും ഇത്രയും ഭാഗത്തെ ടി എക്സ് എന്നും വിളിക്കാം. ശരിയാണല്ലോ പറഞ്ഞത്? കാരണം ഇവിടെ ഡി എക്സ് ആണ്, ഇത്രയും ഭാഗം ഡി എക്സ് ആണ്, ഇത്രയും ഭാഗം ഡി വൈ ആണ്. അപ്പോൾ ആ പോയിൻറ്റുകളുടെ വാല്യൂ കൂടെ ഒന്ന് എഴുതി കഴിഞ്ഞാൽ ദിസ് ഇസ് ലെറ്റ്സ് സേ x1, നമുക്ക് ആ വാല്യൂസ് ആക്സസിലേക്ക് മാർക്ക് ചെയ്യാം. ഈ പോയിൻ്റ് എയുടെ വാല്യൂ x1 ആണെന്ന് വിചാരിക്കുക, പോയിൻ്റ് ബിയുടെ വാല്യൂ x2 ആണെന്ന് വിചാരിക്കുക ഓൺ ദി എക്സ് ആക്സിസ്. ഓൺ ദ വൈ ആക്സിസിൽ പോയിൻ്റ് എയെ നമുക്ക് y1 എന്നും പോയിൻ്റ് ബിയുടെ വാല്യൂ y2 എന്നും വിളിക്കാം. ഇനി സ്ലോപ്പിലേക്ക് കിടക്കുകയാണ്. ശ്രദ്ധിക്കുക, സ്ലോപ്പ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ്. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? ഡി വൈ എന്ന് പറയുമ്പോൾ y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ശരിയല്ലേ?
ഇവിടെ y2 മൈനസ് y1 എന്ന് പറയുമ്പോൾ നമുക്ക് y ആക്സിസിലുള്ളത് പൊസിഷൻ ആയതുകൊണ്ട് നമുക്ക് y2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് x2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് x1. അതെങ്ങനെയാണ് വന്നതെന്ന് ഒരിക്കൽ കൂടെ പറയാം. ഈ പോയിൻറ്റിലെ y വാല്യൂ y1 ആണ്. ഈ y ആക്സിസിൽ എടുത്തിരിക്കുന്നത് പൊസിഷനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻഡയറക്റ്റ്ലി ഇങ്ങനെ തന്നെ പറയാം. ശ്രദ്ധിച്ചോളാം. ദിസ് ഈസ് x1, ദിസ് ഈസ് x2. ഇനി നമ്മൾ എക്സ് ആക്സിസിലേക്ക് നോക്കിയാൽ ഇവിടെ എടുത്തിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ഈ വാല്യൂസിനെ ഇങ്ങനെ എഴുതാം. x1 എന്ന് പറഞ്ഞാൽ ഇവിടെ t1 ആണ്, x2 എന്ന് പറഞ്ഞാൽ ഇവിടെ t2 ആണ്. ഐഡിയ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലേക്ക് ഇട്ടാൽ മതി. ഞാൻ ഒരിക്കൽ കൂടെ ക്ലിയർ ചെയ്ത് തരാം. നമ്മൾ കാൽക്കുലേഷനുമായി മുന്നോട്ട് പോകുന്നു. x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് t2 മൈനസ് t1. ശരിയല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു x2 മൈനസ് x1 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ t2 മൈനസ് t1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഡെൽറ്റ ടി. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റും ഡെൽറ്റ ടി എന്ന് പറയുന്ന ടൈം ഇൻ്റർവലാണ്. അപ്പോൾ ദിസ് ഇസ് ഭയങ്കര ക്ലിയർ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. സ്ലോപ്പ് ലെഫ്റ്റ് സൈഡ് സ്ലോപ്പാണ് കേട്ടോ. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ഇസ് നത്തിങ് ബട്ട് വെലോസിറ്റി. അപ്പോൾ ഒരു എക്സ് ടി ഗ്രാഫിൻ്റെ സീറോ ആക്സലറേഷൻ, അതെടുത്ത് പറയണം, ഒരു സീറോ ആക്സലറേഷനുള്ള ഒരു വസ്തുവിൻ്റെ എക്സ് ടി ഗ്രാഫിൽ നിന്നും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും സ്ലോപ്പ് ഓഫ് എക്സ് ടി ഗ്രാഫ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഏത് എക്സ് ടി ഗ്രാഫിൻ്റെയും സ്ലോപ്പ് വെലോസിറ്റി തന്നെയാണ്. അത് സീറോ ആക്സലറേഷനുള്ള ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ ഇരിക്കുന്ന ഒരു ഗ്രാഫ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മൾ പ്രൂവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി മാത്രം സീറോ ആക്സലറേഷനുള്ള ഒരു ഒബ്ജക്റ്റ് പരിഗണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് കിട്ടും, സ്ലോപ്പ് എടുക്കാൻ കുറച്ച് എളുപ്പമുണ്ടെന്ന് മാത്രം. ഇനി അതല്ല നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ ആയിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ എങ്ങനെ സാർ അത് പ്രൂവ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിൻ്റ് എടുക്കുന്നു, നമ്മൾ ഈ പോയിൻറ്റിലൊരു ടാൻജൻറ്റ് വരയ്ക്കും, ആ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് കാണും. അപ്പോഴും നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് ഇങ്ങനെ തന്നെയാണ്. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ക്ലിയർ? അപ്പോൾ അത് ഐഡിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എക്സ് ടി ഗ്രാഫുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്ര മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഈ ക്ലാസ്സിലെ ഇന്നത്തെ റിവിഷൻ ക്ലാസ്സിലെ അടുത്ത ടോപ്പിക്കിൽ നമ്മൾ കിടക്കുകയാണ്. ദാറ്റ് ഈസ് വി ടി ഗ്രാഫ്. വി ടി ഗ്രാഫ്. ഇവിടെ നമ്മൾ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വി ടി ഗ്രാഫ് പരിഗണിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് വി ടി ഗ്രാഫ് ഓഫ് an object moving in positive direction with positive acceleration. സുപ്രധാനമായ ചില പോയിന്റുകളോട് പറയുന്നുണ്ട്. വസ്തു മൂവ് ചെയ്യുന്നുണ്ട്, മൂവിങ് ഒബ്ജക്റ്റാണ്. അതെങ്ങനെ മൂവ് ചെയ്യുക? പോസിറ്റീവ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. അത് ഏത് ആക്സലറേഷനാണ് അതിൽ പോവുക? പോസിറ്റീവ് ആക്സലറേഷനിലാണ് പോവുക. അപ്പോൾ പോസിറ്റീവ് ഡയറക്ഷനിലും പോകുന്നു, പോസിറ്റീവ് ആക്സലറേഷനിലും പോകുന്നു. ഇതിൽ പോസിറ്റീവ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ദാറ്റ് മീൻസ് വെലോസിറ്റി ഈസ് ഇൻക്രീസിങ് വിത്ത് ടൈം. സമയത്തിനനുസരിച്ച് വെലോസിറ്റി കൂടുകയാണ്. എന്താണ് സാർ ഈ പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ? പോസിറ്റീവ് ഡയറക്ഷൻ്റെ ഐഡിയ ഒന്ന് ക്ലിയർ ആക്കാനായിട്ട് ഇവിടെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ലെറ്റ്സ് സേ നമുക്ക് ഒരു ഗ്രാഫ് തന്നെ പരിഗണിക്കാം. ഓക്കെ, ദിസ് ഈസ് ദി ഒറിജിൻ. അത് നിങ്ങൾക്കറിയാം. ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട് P1. P1ൽ നിന്നും ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണ്. എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? ഇങ്ങനെയാണ് മൂവ് ചെയ്യുക. ഓക്കെ, P1ൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇനി നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് നോക്കുമ്പോൾ, നമ്മൾ ഒറിജിനിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ P1ൽ നിന്ന് ഒബ്ജക്റ്റ് നമ്മളിൽ നിന്നും അകന്നകന്ന് പോകുന്നതായിട്ടാണ് തോന്നുന്നതല്ല, അതാണ് യാഥാർത്ഥ്യം. ശരിയല്ലേ? സമയം പോകുന്നതനുസരിച്ച്, ടൈമാണ് ഇവിടെ ഉള്ളത്, ടൈം ആക്സിസിൽ ടൈം പോകുന്നതനുസരിച്ച് ഈ P1ൽ ഉണ്ടായിരുന്ന ഒബ്ജക്റ്റ് നമ്മളിൽ നിന്നും, അതായത് ഒറിജിനിൽ നിന്നും അകന്നകന്നാണ് പോകുന്നത്. ആ ഡയറക്ഷനെയാണ് നമ്മൾ പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒറിജിനിൽ നിന്നും മൂവിങ് അപ്പാർട്ട്, മൂവിങ് എവേ ഫ്രം ഒറിജിനിൽ നിന്ന് അകന്നു പോകുന്ന ദിശയെയാണ് നമ്മൾ പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് എടുക്കുക. അതൊരു കൺവെൻഷൻ മാത്രമാണ് കേട്ടോ, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഒറിജിനിലേക്ക് വരുന്നതാണ് പോസിറ്റീവ് എന്ന് എടുത്താൽ ഒറിജിനിൽ നിന്ന് പോകുന്നത് നമ്മൾ നെഗറ്റീവ് എന്ന് എടുക്കേണ്ടി വരും. സാധാരണ കൺവെൻഷനലി നമ്മൾ സാധാരണഗതിയിൽ എടുക്കുന്നത് ഒറിജിനിൽ നിന്നും അകന്നു പോകുന്ന ദിശയെ പോസിറ്റീവ് എന്നും ഒറിജിനിലേക്ക് അടുത്ത് വരികയാണെങ്കിൽ അതിനെ നെഗറ്റീവ് എന്നുമാണ് വിളിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഐഡിയ ക്ലിയർ ആണ്. ഈ ഒരു സാഹചര്യത്തിൽ പോസിറ്റീവ് ആക്സലറേഷനിലുള്ള ഒരു ഒബ്ജക്റ്റ് എങ്ങനെയായിരിക്കും അതിൻ്റെ വി ടി ഗ്രാഫ് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ,
തൽക്കാലം ഒന്ന് വായിക്കാം. ആ ഗ്രാഫ് വരയ്ക്കുകയാണ്. ഓക്കെ, സോ ദ ഗ്രാഫ് y ആക്സിസ് x ആക്സിസ് മാർക്ക് ചെയ്യുന്നു. x ആക്സിസ് അവിടെ എടുത്തിരിക്കുന്ന ടൈമാണ്. ഇത്തവണ വരയ്ക്കുന്നത് എക്സ് ടി ഗ്രാഫ് അല്ല, വി ടി ഗ്രാഫാണ്. സോ y ആക്സിസിലുള്ളത് വെലോസിറ്റി ആണെന്ന് പ്രത്യേകം ഓർക്കുക. ഒറിജിനിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി നമ്മൾ 0 ആയിട്ട് എടുക്കുന്നില്ല. ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടെന്ന് വിചാരിക്കുക, v0. അപ്പോൾ തുടക്കത്തിൽ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എത്രയാണ്? v0 ആണ്. v0യിൽ നിന്ന് ഒബ്ജക്റ്റിലേക്ക് ഒറിജിനിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടാണ്. സോ യുവർ ഗ്രാഫ് ലുക്സ് ലൈക്ക് എ സ്ട്രെയിറ്റ് ലൈൻ. വി ടി ഗ്രാഫ് എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനിഷ്യൽ വെലോസിറ്റി v0 എന്ന് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിട്ട് എടുത്തുകൊണ്ട് ഈ ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. ഞാനിങ്ങനെ വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വി ടി ഗ്രാഫ്. എപ്പോൾ പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന പോസിറ്റീവ് ആക്സലറേഷനുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ വി ടി ഗ്രാഫ്. ഗ്രാഫിൻ്റെ ഷേപ്പ് അറിഞ്ഞിരിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ? ഇനി ഈ ഗ്രാഫിൽ നിന്ന് അഡീഷണലായിട്ട് പറയാനുള്ള ഒരു കാര്യം, ഈ ഒബ്ജക്റ്റ് ഇവിടെ വന്ന് നിന്നു പോയി എന്ന് വിചാരിക്കുക. ആ സമയത്തുള്ള ഇവൻ്റെ വെലോസിറ്റി ആയിരിക്കും ഫൈനൽ വെലോസിറ്റി. അതിനെ നമുക്ക് വി എന്ന് വിളിക്കാം, അത്രമാത്രം. ആ സമയത്തുള്ള ടൈമായിരിക്കും ഫൈനൽ ടൈം, അതിനെ ടി എന്ന് വിളിക്കാം. സിൻസ് ഇനിഷ്യൽ ടൈം ടി ഈസ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഫൈനൽ ടൈമിനെ T2 എന്നോ T1 എന്നോ ഒന്നും വിളിക്കേണ്ടതില്ല. വെറുതെ സിംപ്ലി ടി എന്ന് മാത്രം വിളിച്ചാൽ മതിയാവും. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ദെൻ വി മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് കേസ് ഓഫ് വി ടി ഗ്രാഫ്. വി ടി ഗ്രാഫിൻ്റെ അടുത്ത കേസിലേക്ക് പോവുകയാണ്. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് വി ടി ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജക്റ്റ് മൂവിങ് വിത്ത് പോസിറ്റീവ്, മൂവിങ് വിത്ത് അല്ല കേട്ടോ, മൂവിങ് ഇൻ ആണ്. മൂവിങ് ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ വിത്ത് നെഗറ്റീവ് ആക്സലറേഷൻ. ഇത്തവണ നമ്മുടെ ഒബ്ജക്റ്റ് പോസിറ്റീവ് ഡയറക്ഷനിൽ തന്നെയാണ് പോകുന്നത്, അതായത് ഒറിജിനിൽ നിന്ന് അകന്ന് തന്നെയാണ് പോകുന്നത്. പ്രശ്നമൊന്നുമില്ല. പക്ഷേ പ്രശ്നം ഇവിടെയാണ്, ആക്സലറേഷൻ ഇപ്പോൾ എന്തായി? നെഗറ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഗ്രാഫ് എങ്ങനെയാണെന്നുള്ളത് കുറച്ച് പേർക്കെങ്കിലും അത് ഊഹിക്കാൻ പറ്റുന്നുണ്ടാവും. ഇങ്ങനെ ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. y ആക്സിസ്, x ആക്സിസ് മാർക്ക് ചെയ്യുന്നു. x ആക്സിസിൽ ടൈമാണ്, y ആക്സിസിൽ വെലോസിറ്റിയാണ്. അപ്പോൾ നെഗറ്റീവ് ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുകയാണ് വിത്ത് ടൈം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കണം. അത് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. സോ ഗ്രാഫ് മൈ ലുക്സ് ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഗ്രാഫ് കിട്ടുക. ദിസ് ഈസ് ദി ഇനിഷ്യൽ വെലോസിറ്റി, v0. അതിനുശേഷം ഒരു പക്ഷേ ഒബ്ജക്റ്റ് ഇവിടെ കൊണ്ട് നിൽക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഒബ്സർവേഷൻ ഇവിടെ കൊണ്ട് നമ്മൾ നിർത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് ദി ഫൈനൽ വെലോസിറ്റി v. നിങ്ങൾക്കറിയാം v0 അല്ലെങ്കിൽ ഈ കണ്ടീഷൻ തന്നെ എങ്ങനെയാണ്, യുവർ v0 ഈസ് ഗ്രേറ്റർ ദാൻ v. എങ്കിൽ മാത്രമേ വെലോസിറ്റി കുറഞ്ഞു വരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയൂ. ഇനിഷ്യൽ വെലോസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ഫൈനൽ വെലോസിറ്റി. മുമ്പ് വരച്ച ഗ്രാഫിലെ കാര്യം ഒന്ന് അനലൈസ് ചെയ്ത് ഞാൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിഷ്യൽ വെലോസിറ്റി ചെറുതും ഫൈനൽ വെലോസിറ്റി വലുതുമായിരുന്നു. അപ്പോൾ പോസിറ്റീവ് ആക്സലറേഷനാണ്, വെലോസിറ്റി കൂടിയാണ് വരുന്നത്. ഇവിടെ വെലോസിറ്റി കുറഞ്ഞാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഐഡിയയിൽ സംശയമില്ല എന്നാണ് വിചാരിക്കുന്നത്. വെൽ മൂവ് ടു ദ തേർഡ് കേസ്. നമ്മുടെ വി ടി ഗ്രാഫിൻ്റെ തേർഡ് കേസിലേക്ക് പോവുകയാണ്. ഓക്കെ, ദാറ്റ് ഈസ് വി ടി ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജക്റ്റ്, വി ടി ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജക്റ്റ് മൂവിങ് ഇൻ നെഗറ്റീവ് ഡയറക്ഷൻ വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ. നെഗറ്റീവ് ഡയറക്ഷനിൽ, ഓക്കെ, അപ്പോൾ കാര്യങ്ങൾക്ക് കുറച്ച് മാറ്റമുണ്ട്. നെഗറ്റീവ് ഡയറക്ഷനിൽ വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ. അപ്പോൾ നെഗറ്റീവ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് ഒറിജിനിലേക്ക് അടുത്ത് വരികയാണ്. നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ വെലോസിറ്റി കുറഞ്ഞും വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഒരു എക്സ് ടി ഗ്രാഫ് എങ്ങനെ വരയ്ക്കാമെന്നുള്ളതാണ് നോക്കാം. ദിസ് ഈസ് യുവർ എക്സ് ടി ഗ്രാഫ്, ദിസ് ഈസ് y ആക്സിസ് ആൻഡ് ദിസ് ഈസ് ദി എക്സ് ആക്സിസ്. മാർക്ക് ചെയ്യാം.
ദിസ് ഇസ് എക്സ് ആക്സിസ് ടൈമാണ്, ദിസ് ഇസ് വൈ ആക്സിസ് വെലോസിറ്റിയാണ്. ഇപ്പോൾ മനസ്സിലായി ഈ ഗ്രാഫ് വരയ്ക്കുന്നത് ഏത് ക്വാഡ്രൻറ്റിലാണ്? ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ്. കാരണം ഡയറക്ഷൻ മാറിയതുകൊണ്ട് ക്വാഡ്രൻറ്റ് മാറിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. ദെൻ നെഗറ്റീവ് ആക്സലറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചില മാർക്കിങ്സ് ഒക്കെ ഇതിൽ നടത്താവുന്നേ ഉള്ളൂ. ദിസ് വാല്യൂ ഇസ് -v0, കാരണം വൈ ആക്സിസ് നെഗറ്റീവാണേ, അതുകൊണ്ടാണ്. ഫൈനൽ വെലോസിറ്റി എന്ന് പറയാവുന്ന ഇവിടുത്തെ വെലോസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് -v ആണ്. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ നെഗറ്റീവ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് ഫോർത്ത് ക്വാഡ്രൻറ്റിൽ വരച്ചത്. ഐഡിയ ക്ലിയർ ആയോ? ഏതാണ്ട് കൺസെപ്റ്റ് ക്ലിയർ ആയപ്പം വി ടി ഗ്രാഫിൻ്റെ 3 പോസിബിലിറ്റികൾ നമ്മൾ പറഞ്ഞു, എക്സ് ടി ഗ്രാഫിൻ്റെ 3 പോസിബിലിറ്റികൾ നമ്മൾ പറയും. ഇനി ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വി ടി ഗ്രാഫിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള സിറ്റുവേഷൻ പറയാൻ കേട്ടോ. സിറ്റുവേഷൻ ഞാനൊന്ന് എഴുതാം. അതായത് ഡ്രോ ദി വി ടി ഗ്രാഫ് ഓഫ് എ ബോഡി with negative acceleration that changes direction at t equal to t1. ഇതാണ് കേസ്. ഒന്നൊന്ന് വായിക്കാം. ഡ്രോ ദി വി ടി ഗ്രാഫ് ഓഫ് എ ബോഡി വിത്ത് നെഗറ്റീവ് ആക്സലറേഷൻ. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം കിട്ടിയിട്ടുണ്ട്. ആക്സലറേഷൻ എങ്ങനെയാണ്? നെഗറ്റീവാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ നമുക്കറിയാം നമ്മുടെ വി ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് നെഗറ്റീവാണ്, മുകളിൽ താഴേക്കാണ് ഗ്രാഫ് വരാൻ പോകുന്നത് നെഗറ്റീവ് ആക്സലറേഷൻ ആയതുകൊണ്ട്. പക്ഷേ മൂപ്പരുടെ ഡയറക്ഷൻ പോസിറ്റീവ് എന്ന് നെഗറ്റീവ് എന്നല്ല പറയണത്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആദ്യം പോസിറ്റീവ് ഡയറക്ഷനിൽ പോയിട്ട് പിന്നെ അത് നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് ചേഞ്ച് ചെയ്യും. എപ്പോൾ? അതും തന്നിട്ടുണ്ട്. എപ്പോൾ ചേഞ്ച് ചെയ്യും എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പോയിൻ്റ്, ചേഞ്ചസ്. ഇനി അത് എപ്പോഴാണെന്ന് തന്നിട്ടുണ്ട്. എന്താണ്? t=t1 എന്ന സമയത്തിലാണ് ഈ ഡയറക്ഷൻ റിവേഴ്സൽ നടക്കാൻ പോകുന്നത്. ഈ ഗ്രാഫ് എങ്ങനെ വരയ്ക്കും എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഗ്രാഫിൻ്റെ നോക്കുമ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഡയറക്ഷനും ഉൾക്കൊള്ളിക്കേണ്ടി വരും, നെഗറ്റീവ് ഡയറക്ഷനും ഉൾക്കൊള്ളിക്കേണ്ടി വരും. അവിടെ ചെറിയ പ്രശ്നമല്ല, ഒരു ചെറിയ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പോസിറ്റീവ് ഡയറക്ഷൻ ആണെങ്കിൽ ഗ്രാഫ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിരുന്നു, നെഗറ്റീവ് ഡയറക്ഷൻ ആക്കുമ്പം ഗ്രാഫ് ഫോർത്ത് ക്വാഡ്രൻറ്റിൽ വരും. അപ്പോൾ 1ഉം 4ഉം ക്വാഡ്രൻറ്റുകൾ ഉൾപ്പെടുന്ന പോലെ വേണം ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കാൻ. സോ ദ ഗ്രാഫ് മേ ലുക്സ് ലൈക്ക് ദിസ്. ശരിയല്ലേ? ഇവിടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റും ഉണ്ട്, ഇവിടെ ഫോർത്ത് ക്വാഡ്രൻറ്റും ഉണ്ട്. ഇനി ഗ്രാഫ് ആക്സസുകൾ മാർക്ക് ചെയ്യും. ദിസ് ഇസ് എക്സ് ആക്സിസ്, ടൈമാണ് ഇവിടെ ഉള്ളത്. ദിസ് ഇസ് വൈ ആക്സിസ്, ദിസ് ഇസ് -y ഡയറക്ഷൻ. ഇവിടെയൊക്കെ ഉള്ളത് വെലോസിറ്റിയാണ്. ഇത് ഒറിജിനാണ്. ഇനി നമ്മുടെ ഒബ്ജക്റ്റ് ഇനിഷ്യലി മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി ഇതാ ഇവിടെ നോക്കാം. ലെറ്റ് ഇറ്റ് ബി v0 എന്നൊരു വെലോസിറ്റിയിലാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വിചാരിക്കുക. ആദ്യം പോസിറ്റീവ് ഡയറക്ഷനാണ്, അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ നിന്ന് തുടങ്ങുന്നത്. തീരുന്നത് എവിടെയായിരിക്കണം? ഫോർത്ത് ക്വാഡ്രൻറ്റിലായിരിക്കണം, കാരണം അവൻ റിവേഴ്സ് ചെയ്യുന്നുണ്ട് ഡയറക്ഷൻ. അപ്പോൾ മാത്രമല്ല ഇവിടെ ഒരു നെഗറ്റീവ് ആക്സലറേഷൻ, അപ്പോൾ ഇത് താഴേക്ക് ഇങ്ങനെയാണ് വരേണ്ടത്. ശരിയാണോ ഞാൻ പറയുന്നത്? ക്ലിയറാണ്? നമ്മൾ പറഞ്ഞ ഐഡിയ എല്ലാം ഉണ്ടോ എന്ന് നോക്കിക്കേ. തുടക്കത്തിൽ പോസിറ്റീവ് ഡയറക്ഷനാണ്, അതുകൊണ്ട് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ്, കുഴപ്പമില്ല. അതിനുശേഷം ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് നിൽക്കുന്നത് നെഗറ്റീവ് ഡയറക്ഷനിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ് ഗ്രാഫ് തീരുന്നത്, അതൊക്കെയാണ്. ഇനി ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്, അത് ഈ പോയിൻറ്റിലാണ് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നത്. അതായത് ഈ ഗ്രാഫ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ നിന്നും ഫോർത്ത് ക്വാഡ്രൻറ്റിലേക്ക് മാറുന്ന ആ പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ആ പോയിൻറ്റിൽ അത് എക്സ് ആക്സിസിൽ മുട്ടുന്ന സമയം, ആ സമയം നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്? ക്വസ്റ്റ്യൻ അല്ല, ഈ ഐഡിയ തന്നിട്ടുണ്ട്. നമുക്ക് എത്രയാണെന്നറിയാം. ദിസ് പോയിൻറ്റ് ദാറ്റ് ഈസ് ടൈം t=t1. അപ്പോൾ t1 എന്ന സമയത്ത് വെച്ച് ഇവൻ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഈ ഗ്രാഫിലൂടെ പറഞ്ഞു. അപ്പോൾ ഈ ഗ്രാഫ് വരച്ചത് എങ്ങനെയാണെന്ന് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇന്നത്തെ ക്ലാസ് ഇത്രയുമാണ് വി ടി ഗ്രാഫുമായി ബന്ധപ്പെട്ട് നമുക്ക് റിവൈസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഈ ഇന്നത്തെ ക്ലാസ്സിലെ 3ാമത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, ഇത്തിരി സ്പീഡിലാണ് പോകുന്നത് എനിക്കറിയാം. ആവർത്തിച്ച് കാണാൻ ശ്രമിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അന്നേരം കമൻറ്റ് ബോക്സിലേക്ക് ഇട്ടാൽ അത് ക്ലിയർ ചെയ്യാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം വി ടി ഗ്രാഫ്. നമുക്ക് വി ടി ഗ്രാഫിൽ നിന്ന് എങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാം എന്നുള്ളതാണ്. ഓക്കെ, അത് നമുക്ക് ആദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അതിന് ശേഷം ഞാൻ ഡെഫിനിഷൻ പറയാം, അതായിരിക്കും മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പം.
അപ്പോൾ നമ്മളൊരു വി ടി ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. ഓക്കെ, സോറി, ഇറ്റ്സ് നോട്ട് എ സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ, ദിസ് ഇസ് എക്സ് ആക്സിസ് ടൈമാണ്, വൈ ആക്സിസ് വെലോസിറ്റി ആണ്. വി ടി ഗ്രാഫ് ആണല്ലോ. ഗ്രാഫ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. a graph which is parallel to x axis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റിയുടെ വാല്യൂവിൽ മാറ്റമൊന്നുമില്ല. എപ്പോഴും വെലോസിറ്റി ലെറ്റ് ഇറ്റ് ബി, ഈ വെലോസിറ്റി v0 എന്നിരിക്കട്ടെ. ഏതൊരു സമയത്ത് നോക്കിയാലും ഏത് സമയത്ത് നമ്മൾ ഒബ്സർവ് ചെയ്താലും വെലോസിറ്റിയുടെ വാല്യൂ v0 തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ വി ടി ഗ്രാഫാണ്. അങ്ങനെ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ വസ്തു എന്ത് ചെയ്യുകയാണ്, ആ വസ്തു യൂണിഫോം മോഷനിലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ വരച്ചു വച്ചിരിക്കുന്നത് യൂണിഫോം മോഷനിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ വി ടി ഗ്രാഫാണ്. ഇനി വസ്തുവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ നമ്മൾ നോക്കാൻ പോകുന്നത് വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് ദി ഏരിയ അണ്ടർ ദി കർവ്. ഇതവിടെ നോക്കൂ, ഈ പോർഷനെയാണ് നമ്മൾ ഏരിയ അണ്ടർ ദി കർവ് എന്ന് വിളിക്കുന്നത്. ശരിയല്ലേ? ഈ ഗ്രാഫിൻ്റെ പ്രൊജക്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഏരിയ അണ്ടർ ദി കർവ്. ഇതിൻ്റെ മെഷർമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് v0 ആണ്. അപ്പോൾ ഈ ദൂരം എന്ന് പറയുന്നത് ഇവിടെ ഒറിജിൻ ആയതുകൊണ്ട് തന്നെ 0 മൈനസ് v0 എന്ന് കിട്ടും. അതുപോലെ ഇത്രയും ഭാഗം എന്ന് പറയുമ്പോൾ ഈ പോയിൻറ്റിലെ ടൈം t ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിവിടെ എഴുതിയ ഈ t കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ് ആക്സിസിൽ ടൈമാണ് എടുത്തിരിക്കുന്നതെന്നും ഇവിടെ എഴുതിയ t കൊണ്ട് ഉദ്ദേശിച്ചത് ഇവിടുത്തെ ടൈം t ആണെന്ന് വേണേ. അങ്ങനെയാണെങ്കിൽ ഈ ദൂരത്തെ നമുക്ക് 0 മൈനസ് t എന്ന് വിളിക്കാം. ശരിയാണോ ഞാൻ പറയുന്നത്? ശരിയാണോ പറയുന്നത്? എന്നിട്ട് ഏരിയ അണ്ടർ ദി കർവ് എടുക്കുകയാണ്. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ സാധനം റെക്റ്റാങ്കുലർ ആണല്ലേ. ഈ ഷേപ്പ് ഈസ് റെക്റ്റാങ്കുലർ. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ നമുക്കറിയാം. അപ്പോൾ ഒന്ന് എഴുതാം, ഏരിയ. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇതൊരല്പം നീക്കി വെക്കാം, അപ്പോൾ എഴുതാൻ എളുപ്പമുണ്ടാവും. ഓക്കെ, ശരി. ഇനി എഴുതാം, ഏരിയ അണ്ടർ ദി കർവ് ദാറ്റ് ഈസ് ഈക്വൽ. ആ ഏരിയ അണ്ടർ ദി കർവ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഇത് റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. ദാറ്റ് ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത്ത് നമുക്കറിയാം 0 മൈനസ് ടി. 0 മൈനസ് ടി എന്ന് പറഞ്ഞാൽ, സോറി തിരിഞ്ഞു പോയി, ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. 0 മൈനസ് ടി എന്നല്ലല്ലോ, ടി മൈനസ് 0 എന്ന് വേണ്ടി എഴുതാൻ. കാരണം ഹയർ വാല്യൂ മൈനസ് ലോവർ വാല്യൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെയും അങ്ങനെയാണ് ഞാൻ എഴുതേണ്ടത്. ദാറ്റ് ഈസ് v0 മൈനസ് 0, അതായത് ഹയർ വാല്യൂ മൈനസ് ലോവർ വാല്യൂ. അപ്പോഴാണുള്ള ദൂരം കിട്ടുന്നത്. അപ്പോൾ ഇനി തിരിച്ചു വരിക, നീളം ടി മൈനസ് 0 ആണ്, അഥവാ ടി തന്നെയാണ്. സോ ഇറ്റ് ഈസ് സിംപ്ലി ടി ഇൻറ്റു വീതി എന്ന് പറയുന്നത് v0 മൈനസ് 0 ആണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് v0. തിരിച്ചെഴുതാണ്ടോ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി, വേറെ കാര്യമൊന്നുമില്ല. വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി ഇൻറ്റു ടൈം എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താണ്? ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. വെലോസിറ്റി ഇൻറ്റു ടൈം ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. അതെവിടുന്നാണ് വന്നത്? വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ആ ഐഡിയയിൽ നിന്നാണ് നമുക്കിങ്ങനെ കിട്ടിയത്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഒരു വി ടി ഗ്രാഫിൻ്റെ ഏരിയ അണ്ടർ ദി കർവ് എടുത്താൽ എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും എന്ന് മനസ്സിലായി. Am I clear? അപ്പോൾ നമുക്കതിങ്ങനെ ഒരു വാചകത്തിൽ റിവിഷൻ നോട്ടിൽ ഇങ്ങനെ എഴുതി വയ്ക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ്. ഏരിയ അണ്ടർ ദി കർവ് ഓഫ് വി ടി ഗ്രാഫ് gives ഡിസ്പ്ലേസ്മെൻറ്റ്. ശരിയല്ലേ? റിവിഷൻ നോട്ടുണ്ടായിരിക്കണം, പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലപ്പോൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനൊക്കെ അത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമ്മൾ തുടക്കത്തിൽ പറയാത്തതും എന്നാൽ ഒരു അഡീഷണൽ ടോപ്പിക് എന്നോണം ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. ലെറ്റ്സ് ടേക്ക് വി ടി ഗ്രാഫ്. ഓക്കെ, ഫ്രഷ് ആയിട്ടുള്ള വി ടി ഗ്രാഫ് എടുക്കാം. ഒരു വി ടി ഗ്രാഫ് വരയ്ക്കാനുണ്ടോ ശ്രദ്ധിച്ചോളുക. മാർക്കിങ്സ് എക്സ് ആക്സിസ് ടൈമാണ്, വൈ ആക്സിസ് വെലോസിറ്റിയാണ്. പോസിറ്റീവ്ലി ആക്സലറേറ്റ് ചെയ്യുന്നൊരു ഒബ്ജക്റ്റിൻ്റെ വി ടി ഗ്രാഫ് വരയ്ക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ വരയ്ക്കണമല്ലോ. പോസിറ്റീവ്ലി ആക്സലറേറ്റ് ചെയ്യുന്നൊരു ഒബ്ജക്റ്റിൻ്റെ ഇവിടെയുള്ള വാല്യൂ v0 ആണെന്ന് നമുക്കറിയാം.
then this value corresponding to v. ഇനിഷ്യൽ വാല്യൂ v0 ആണ്, ഫൈനൽ വെലോസിറ്റി v ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്ലോപ്പ് എടുക്കുകയാണ്, ശ്രദ്ധിക്കുക. 2 പോയിൻറ്റുകളോടെ പരിഗണിക്കുന്നു, 2 പോയിൻറ്റ്സ്. അപ്പോൾ അതുപോലെ നമ്മൾ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുന്നു, സ്ലോപ്പ് എടുക്കാൻ പോവാണ്. അപ്പം ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടാവും, ഹിയർ ഇസ് എ പോയിൻറ്റ്, ഹിയർ ഇസ് എ പോയിൻറ്റ്. തൽക്കാലം നമുക്ക് ഇതിനെ v1, ഇത് v2, ദിസ് ഇസ് t1, ദിസ് ഇസ് t2. ഈ ദൂരം dy, ഈ ദൂരം dx. സ്ലോപ്പ് എഴുതുകയാണ്, ശ്രദ്ധിച്ചോളുക. മുമ്പ് നമ്മൾ ചെയ്തതാണ്. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു dy ബൈ dx. dy എന്ന് പറയുമ്പോൾ ഈ ദൂരമാണ്, ദാറ്റ് ഈസ് v2 മൈനസ് v1. ശരിയല്ലേ ഞാൻ പറയണത്? v2 മൈനസ് v1. സോ dy ബൈ dt പകരം എന്തെഴുതാം? v2 മൈനസ് v1 ഡിവൈഡഡ് ബൈ ദെൻ dx. dx എന്ന് പറയുമ്പോൾ ഈ ദൂരമാണ്, അതായത് t2 മൈനസ് t1. സോ അതും കൂടെ എഴുതുന്നുണ്ട്, t2 മൈനസ് t1. v2 മൈനസ് v1 കണ്ടിട്ടുണ്ട്, നമുക്കറിയാം. അത് എഴുതാൻ ഡെൽറ്റ v ആണ്. t2 മൈനസ് t1 അത് നമുക്കറിയാം, കണ്ടിട്ടുണ്ട്, ഡെൽറ്റ t. ഡെൽറ്റ v ബൈ ഡെൽറ്റ t കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടവർക്കറിയാം. ഡെൽറ്റ v ബൈ ഡെൽറ്റ t എന്ന് പറയുന്ന സാധനം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ആക്സിലറേഷൻ. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന വളരെ സുപ്രധാനമായൊരു ഐഡിയ ഇതാണ്. ഇവിടെ ആയിട്ട് എഴുതാം, സ്ലോപ്പ് ഓഫ് വി ടി ഗ്രാഫ് gives what? Gives acceleration. ശരിയല്ലേ? ഒരു വി ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ നൽകും. അതും നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യാൻ സഹായകരമായ ഒരു കാര്യമാണ്. ക്ലിയർ? അപ്പോൾ ഇതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇത്ര മാത്രമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ റിവൈസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ള, ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ച് കണ്ടിട്ടുള്ള ഡെറിവേഷൻസ് ഓഫ് കൈനമാറ്റിക് ഇക്വേഷൻസ് ഫ്രം വി ടി ഗ്രാഫ്. വി ടി ഗ്രാഫിൽ നിന്നും കൈനമാറ്റിക് ഇക്വേഷൻസ് എങ്ങനെ ഡെറൈവ് ചെയ്യാമെന്നുള്ളത്, അതൊരു 3 മാർക്കിനും 4 മാർക്കിനൊക്കെ ഈവൻ 2 മാർക്കിൻ്റെ രൂപത്തിലൊക്കെ പലതവണ ആവർത്തിച്ച് പല രൂപത്തിൽ ചോദിച്ചിട്ടുള്ള ആ ടോപ്പിക്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അടുത്ത ക്ലാസ് നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഈ ക്ലാസ്സിലുള്ള സംശയങ്ങൾ, റിവൈസ് ചെയ്യുമ്പോഴുള്ള സംശയങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലിടുക. അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.